ദൈവത്തിന്റെ സന്നിധാനത്തിൽ നീതിയോടെ നിൽക്കുക, ന്യായത്തോടെ നിൽക്കുക. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. യിരെമ്യാവിന്റെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവിടെ പ്രവാചകനായ യിരെമ്യാവിലൂടെ യഹൂദ രാജാവിനോടും അരമനയോടും ഉള്ള ദൈവീക ആലോചനകളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് ജനം നീതിയോടും ന്യായത്തോടും ദൈവത്തിന്റെ സന്നിധാനത്തിൽ കടന്നു വരണം. ദൈവം ആഗ്രഹിക്കുന്ന നീതിയെ അവരുടെ ജീവിതത്തിൽ, അവരുടെ പ്രവൃത്തിയിലൂടെ അവർ നിവർത്തിക്കണം എന്നുള്ളതാണ് ഈ അധ്യായത്തിന്റെ മുഖ്യമായ സന്ദേശം എന്നുള്ളത്. 22-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ യഹൂദ രാജാവിന്റെ അരമനയിൽ ചെന്ന് അവിടെ ഈ വചനം പ്രസ്താവിക്കുക. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന യഹൂദ രാജാവേ, നീയും നിന്റെ ഭൃത്യന്മാരും ഈ വാതിലുകളിൽ കൂടി കടക്കുന്ന നിന്റെ ജനവും യഹോവയുടെ വചനം കേട്ടുകൊള്ളുവിൻ. അപ്പോൾ കർത്താവ് സ്തോത്രം യഹൂദ രാജാവിനോടും വാതിലൂടെ കടക്കുന്ന ജനത്തോടുമുള്ള ദൈവിക ആലോചനയാണ് നൽകുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ നീതിയും ന്യായവും നടത്തി കവർച്ചയായി ഭവിച്ചവനെ പീഡകന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പീൻ. പരദേശിയോടും അനാഥനോടും വിധവയോടും അന്യായവും ബലാത്കാരവും ചെയ്യരുത്. കർത്താവ് നൽകുന്ന ചില ദൈവിക ആലോചനയാണ്. നീതി നിവർത്തിക്കണം, ന്യായം നടത്തണം. സ്തോത്രം. ചിലർക്ക് വേണ്ടി നിങ്ങൾ മനസ്സലിവ് കാണിച്ച് അവരെ വിടുവിക്കണം എന്ന് ആലോചന അവിടെ നൽകുന്നു. ഈ സ്ഥലത്ത് കുറ്റമില്ലാത്ത രക്തം ചൊരിയുകയും അരുത്. നിങ്ങൾ ഈ വചനം അനുഷ്ഠിച്ചാൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരും രഥങ്ങളിലും കുതിരപ്പുറത്തും കയറുന്നവരുമായ രാജാക്കന്മാരും അവരുടെ ഭൃത്യന്മാരും പ്രജകളും ഈ അരമനയുടെ വാതിലിൽ കൂടി കടക്കും. കർത്താവ് അരുളി ചെയ്യുകയാണ്, ദൈവത്താൽ നൽകപ്പെട്ട ആലോചനകളെ അവർ നിവർത്തിച്ചാൽ അവർ ആ വാതിലിലൂടെ കടക്കും എന്ന് അരുളി ചെയ്യുന്നു. ഇല്ല എങ്കിൽ, അവരത് നിവർത്തിക്കുന്നില്ല എങ്കിൽ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു: ഈ വചനം കേട്ടനുസരിക്കില്ല എങ്കിലോ ഈ അരമന ശൂന്യമായി പോകുമെന്ന് ഞാൻ എന്നെ ചൊല്ലി സത്യം ചെയ്യുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. സ്വതം ദൈവജനത്തോട് കർത്താവ് നൽകുന്ന ഒരു ദൈവിക ആലോചനയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതേ സമയത്ത് അരമനയോടുമുള്ള ദൈവിക ആലോചനയെ തുടർമാനമായി നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 6-ാമത്തെ വാക്യത്തിൽ അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും. യഹൂദ രാജാവിന്റെ അരമനയോട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ ഗിലെയാദും ലെബാനോന്റെ ശിഖരവുമാകുന്നു. എങ്കിലും ഞാൻ നിന്നെ ഒരു മരുഭൂമിയും നിവാസമില്ലാത്ത പട്ടണങ്ങളും ആക്കും. നിവാസികളില്ലാത്ത ഒരു പട്ടണം പോലെ, ഒരു അരമനയാണെങ്കിലും കർത്താവിനെ അതിനൊരു നിവാസികളില്ലാത്ത പട്ടണമാക്കി മാറ്റുവാൻ കഴിയും എന്ന് കർത്താവ് ആലോചന നൽകുകയാണ്. ഞാൻ പാണികളായ സംഹാരകന്മാരെ നിന്റെ നേരെ സംഭരിക്കും. അവർ നിന്റെ വിശിഷ്ട ദേവദാരുക്കളെ വെട്ടി തീയിലിട്ട് കളയും. അപ്പോൾ ചുരുക്കി പറയുവാണെങ്കിൽ ഈ അധ്യായത്തിന്റെ ഒരു മുഖ്യമായ സന്ദേശം എന്നുള്ളത് ദൈവത്തിന്റെ സന്നിധാനത്തിൽ നീതിയോടെ നിൽക്കുക, ന്യായത്തോടെ നിൽക്കുക. കവർച്ചയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. സ്തോത്രം. ദൈവഹിതമില്ലാത്ത പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പാടില്ല എന്ന് ഉള്ള ഒരു ദൈവിക ആലോചനയാണ് യിരെമ്യാവിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നത്. അതുപോലെ തന്നെ പല മേഖലകളിലും കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്: നിങ്ങൾ നീതി നിവർത്തിക്കത്തില്ല എങ്കിൽ എനിക്ക് പ്രവർത്തിപ്പാൻ കഴിയത്തില്ലയോ എന്ന രീതിയിലാണ് സ്തോത്രം. ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു: ദേവദാരു കൊണ്ട് മികച്ചവനാകുവാൻ ശ്രമിക്കുന്നതിനാൽ നീ രാജാവായി വാഴുമോ? ഒത്തിരി പ്രവർത്തികൾ ജനം ചെയ്യുന്നുണ്ട്. അത് ദൈവസന്നിധാനത്തിൽ അനിഷ്ടമായ പ്രവർത്തികളാണ്. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു: നീതികേട് കൊണ്ട് അരമനയും അന്യായം കൊണ്ട് മാളികയും പണിത് കൂട്ടുകാരനെ കൊണ്ട് വേല ചെയ്യിച്ച് കൂലി കൊടുക്കാതിരിക്കുകയും ഞാൻ വിസ്താരമുള്ള അരമനയും വിശാലമായ മാളികയും പണിയും എന്ന് പറഞ്ഞ് കിളിവാതിലുകളെ വീതിയിൽ തീർക്കുകയും ദേവദാരു കൊണ്ട് തട്ടിയിടുകയും ചായല്യം കൊണ്ട് ചായം ഇടുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. അപ്പോൾ ഇത്രമാത്രം പ്രവർത്തികൾ ഈ ജനം ചെയ്യുന്നുണ്ട്. സ്തോത്രം. ഈ പ്രവൃത്തിയെ കണ്ടിട്ട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: ദേവദാരു കൊണ്ട് മികച്ചവനാകുവാൻ ശ്രമിക്കുന്നതിനാൽ നീ രാജാവായി വാഴുമോ?
അപ്പോൾ ഇത്രമാത്രം പ്രവൃത്തി ചെയ്യുമ്പോഴും ഇവർക്കൊരു രാജാവായി വാഴുവാൻ കഴിയത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. അതുകൊണ്ട് തന്നെ കർത്താവ് പറയുകയാണ് അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, അവൻ എളിയവനും ദരിദ്രനും ന്യായം പാലിച്ചു കൊടുത്തു. അപ്പനെ കുറിച്ച് പറയുകയാണ്. അപ്പൻ എളിയവന് ദരിദ്രന് ന്യായം പാലിച്ചു കൊടുത്ത് അന്ന് അവന് നന്നായിരുന്നു. ഇതല്ലയോ എന്നെ അറിയുക എന്നുള്ളത്. ദൈവത്തെ അറിയുക എന്നുള്ളത് തന്നെ നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നതിലൂടെയാണ് എന്നാണ് കർത്താവോടെ ആലോചനയായിട്ട് അരുളി ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ ജനം, ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്നത് ദൈവസന്നിധാനത്തിൽ നീതിയോടെ നിൽക്കുക. അവൻ പ്രാരംഭ ഭാഗങ്ങളിൽ തന്നെ കർത്താവ് നൽകുന്ന ഒരു ആലോചന, നീതി നിവർത്തിച്ച് നേരായ പാതയിൽ നടന്നാൽ ഈ അരമനകളിലൂടെ വാതിലിലൂടെ നിങ്ങൾ കടക്കും. കർത്താവിന്റെ സന്ധിയിൽ നീതിയോടെ നിൽപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഈ വശങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.